ചില ചരിത്രങ്ങൾ ആരും എഴുതിയുണ്ടാക്കുന്നതല്ല, അത് ജനങ്ങൾ ചേർന്ന് രചിക്കുന്നതാണ്. അധികാരത്തിന്റെ ഇടനാഴികളിൽ തിരക്കഥകൾ തയ്യാറാക്കുന്നവർ ഒന്നോർക്കുക, ജനാധിപത്യത്തിൽ അവസാന വാക്ക് ജനങ്ങളുടേതാണ്. കുപ്രചാരണങ്ങൾക്കും താല്പര്യങ്ങൾക്കും അപ്പുറം സത്യം ജയിക്കുമ്പോൾ അവിടെ മാറ്റത്തിന്റെ പുതിയ സൂര്യൻ ഉദിക്കുന്നു. അനിശ്ചിതത്വത്തിന്റെ മണിക്കൂറുകൾക്കൊടുവിൽ ഹൈക്കമാൻഡിന് ആ തീരുമാനമെടുക്കേണ്ടി വന്നു. അത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനോ വ്യക്തിക്കോ മുന്നിലുള്ള കീഴടങ്ങലായിരുന്നില്ല, മറിച്ച് കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ വികാരത്തിന് മുന്നിലുള്ള ആദരമായിരുന്നു. ജനകീയനായ ഒരു നേതാവിനെ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കേരളം ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ ശബ്ദം ഡൽഹി വരെ പ്രതിധ്വനിച്ചപ്പോൾ ചരിത്രം വഴിമാറി ഒഴുകി. VD എന്ന രണ്ടക്ഷരം കേരളത്തിന്റെ നായകനായി മാറി. ഈ വിജയം വെറും ഒരു മുഖ്യമന്ത്രി സ്ഥാനലബ്ധിയായിരുന്നില്ല, ഇത് ഒരു വലിയ രാഷ്ട്രീയ സന്ദേശമായിരുന്നു. കസേരകൾ നിശ്ചയിക്കാൻ തങ്ങൾക്കാണ് അധികാരമെന്ന് അഹങ്കരിച്ച പലർക്കും ലഭിച്ച തിരിച്ചടി. വെള്ളാപ്പള്ളി നടേശനും G സുകുമാരൻ നായരും ഉയർത്തിയ സാമുദായിക സമ്മർദ്ദങ്ങൾ, വർഗീയ പ്രചാരണം എല്ലാം ഇവിടെ നിഷ്പ്രഭമായി. വർഗീയതയുടെ വിഷവിത്തുകൾ എറിയാൻ കാത്തിരുന്ന RSSനും വ്യക്തിഹത്യക്ക് മുതിർന്ന SDPIക്കും ഒരുപോലെ മറുപടി ലഭിച്ചു. രാഷ്ട്രീയത്തെ ജാതിയുടെയും മതത്തിന്റെയും തടവറയിൽ കെട്ടിയിടാൻ നോക്കിയവർ തോറ്റുപോയ നിമിഷം. ഇവിടെ തോറ്റത് വ്യക്തികളല്ല, മറിച്ച് വിഭാഗീയതയുടെയും വംശീയതയുടെയും കരിനിഴലുകളാണ്. നുണപ്രചാരണങ്ങൾ കൊണ്ട് ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ തകർക്കാൻ നോക്കിയവർക്ക് കാലം കാത്തുവച്ച നീതിയാണിത്. സൈബർ ഇടങ്ങളിലും പൊതുവേദികളിലും അഴിച്ചുവിട്ട കുപ്രചാരണങ്ങളുടെ കോട്ടകൾ ജനകീയ പിന്തുണയുടെ കാറ്റിൽ തകർന്നു വീണു. നുണകൾക്കുമേൽ സത്യം അതിന്റെ പൂർവാധികം ശക്തിയോടെ ജയിച്ചു കയറി. ഇന്ന് കേരളം കാണുന്നത് വെറുമൊരു ഭരണാധികാരിയെയല്ല, മറിച്ച് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത ജനാധിപത്യത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തെയാണ്. ജനം ജയിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്: ജനപ്രതിനിധി എന്നാൽ ജനങ്ങളുടെ പ്രതിനിധിയായിരിക്കണം, ഒരു പ്രത്യേക താല്പര്യങ്ങളുടെയും അടിമയാകരുത്. ഇതൊരു തുടക്കമാണ്. കഠിനമായ പാതകളിലൂടെ നടന്നു വന്ന ഒരാളുടെ, പച്ചയായ മനുഷ്യരുടെ ഹൃദയം തൊട്ടറിഞ്ഞ നായകന്റെ വിജയഗാഥ. തുടരുക VD, ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ജനകീയമായ നല്ല കാര്യങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ ഈ നാട് എന്നും കൂടെയുണ്ടാകും. എന്നാൽ അധികാരത്തിന്റെ തണലിൽ പഴയ വെളുപ്പുകൾ ഇനിയും അലക്കാൻ നിൽക്കരുത്. ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകളില്ലാത്ത, കുപ്രചാരണങ്ങൾ ഏൽക്കാത്ത ഒരു പുതിയ കേരളത്തിനായുള്ള പോരാട്ടമാകട്ടെ ഇത്.